ഹായ് ഫ്രണ്ട്സ്, ഓണമല്ലേ? അപ്പോൾ ഒരു ധാവണി സെറ്റാണ്. മൊത്തത്തിൽ ഇതിൽ ഞാൻ ധാവണി സെറ്റിൻ്റെ ഫുൾ ഇടുന്നില്ല. ആദ്യം നമുക്ക് പ്രിൻസസ് കട്ട് ബ്ലൗസ്, പിന്നെ സ്കേർട്ടിനായിട്ട് ഒരു ജോർജറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ബ്ലൗസിൽ വരുന്നത്. പിന്നെ ധാവണിയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ധാവണി സെറ്റ് അത് 140 രൂപയാട്ടോ. ഇതിന് അത്യാവശ്യം വിലയുണ്ട്. വില കുറവുള്ള ഷോപ്പിലല്ല, അത്യാവശ്യം വിലയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തം ഒരു 15.5 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്, മടക്കലും കൂടി ചേർത്തിട്ട് കേട്ടോ. ഷോൾഡർ 6, ആം ഹോൾ 6. അപ്പോൾ ഇത് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. ആദ്യം ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ 6. ശേഷം നമുക്ക് കൈക്കുഴി ഇത് ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. 11 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൈക്കുഴി 1 ഇഞ്ച് കുഴിച്ച് വെട്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് താഴെ മാർക്ക് ചെയ്യാം. വേസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് 11 ആണെങ്കിലും വേസ്റ്റ് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനിതിൽ നമുക്ക് അടി മടക്കിയെടുക്കാനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ 15.5 എടുത്തത്. 15.5 ശരിക്കും വേണ്ട, 13 മതി. 14 അല്ലെങ്കിൽ 13 ഇഞ്ച് ലെങ്ത്താണ് ശരിക്കും 14 അല്ലെങ്കിൽ 13 ലെങ്ത്ത് വരിക. പക്ഷേ നമ്മൾ 15.5 മാർക്ക് ചെയ്യുന്നത് എന്തിനാ? അടി മടക്കിയടിക്കാനും കൂടി ചേർത്താണ്. അപ്പോൾ ആക്ച്വലുള്ള ലെങ്ത്ത് എവിടം വരെയാണോ ലെങ്ത്ത് ഉള്ളത് അവിടെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് വേസ്റ്റ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് 11 ഇഞ്ച് ചെസ്റ്റിൽ നിന്നും 10 ഇഞ്ച് വേസ്റ്റിലേക്ക് നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് കണ്ടോളൂ, നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 10 എന്ന് പറയുമ്പോൾ അത് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 10, അപ്പോൾ 9 വരിക. കറക്റ്റ് തയ്യൽ തുമ്പ് മാറ്റുമ്പോൾ 9. അപ്പോൾ 9ൻ്റെ പകുതി 4 നമ്മൾ ജസ്റ്റ് എവിടെയൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ടക്ക് വരുന്നതിൻ്റെ എക്സ്ട്രാ ഉള്ളത് അപ്പുറത്ത് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ഇഞ്ച് ലെങ്ത്ത് ടക്കിന് കൊടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചാണ് ടക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 10 വീണ്ടും അപ്പുറത്തേക്ക് നീട്ടിയെടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ടക്ക് വരുമ്പോൾ അവിടെ ലൂസാവും, അത് മാറ്റാനായിട്ട്. അപ്പം നോക്കിക്കേ, ഇത് കണ്ടോ, ഇത് അടി മടക്കിയടിക്കാനാണ് ഈ ഒരു പോർഷൻ അടിയിലുള്ളത്. 2 ഇഞ്ച് അടി മടക്കിയടിക്കാൻ എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് എടുത്തിട്ട് 13 ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത്. എല്ലാവർക്കും 13 നല്ലവണ്ണം ഹൈറ്റും വെയിറ്റും ഉള്ളവർക്ക് 14.5 എടുക്കേണ്ടി വരും. ഇത് അത്യാവശ്യം ഹൈറ്റ് കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതങ്ങ് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇനി ഇതെന്ത് ചെയ്യണം? ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട് പോർഷനിലാണല്ലോ പ്രിൻസസ് കട്ട് വരിക. അപ്പോൾ ഈ ഒരു അളവ് ഒന്ന് വെച്ചിട്ട് നമ്മളൊരു പേപ്പറിൽ വേണം പ്രിൻസസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബാക്ക് പോർഷനാണ്. അപ്പോൾ ഇനി ഫ്രണ്ട് പോർഷൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് മേലെ വെക്കണം. കാരണം അടിയിൽ നമ്മൾ പ്രിൻസസ് കട്ട് തയ്ച്ച് വരുമ്പോൾ ചില സമയം എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെങ്ത്ത് ചില സമയം ഏതെങ്കിലും ഭാഗത്ത് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മളൊരു 1/2 ഇഞ്ച് വെച്ച ശേഷം താഴെ മാത്രം 1/2 ഇഞ്ച് വെച്ച ശേഷം ബാക്കി എല്ലാ സൈഡും ഫുള്ളായിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ പേപ്പർ കട്ടിങ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം 4.5 ഇതിൽ ടക്ക് വന്നിക്കണം. അപ്പോൾ ആ ഒരു പോർഷൻ തന്നെ നമുക്കിതിലും എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് മടക്കിയടിക്കാനുള്ള 2.5 ഇഞ്ച് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം അത് 2 അതിലെടുത്തത്, പക്ഷെ ഇതിൽ കൂട്ടിയെടുത്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും വേരിയേഷൻ വന്നതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി കഴുത്തിൻ്റെ അകലം 2.5 വരും. തയ്ച്ച് വരുമ്പോൾ 3 ഇഞ്ച് ആവും. അപ്പോൾ അത് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഇഞ്ച്, 2.25 അല്ലെങ്കിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം കഴുത്ത് തൊട്ടിട്ട് ഷോൾഡറിന് എൻഡ് വരെയുള്ള മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്ത് എടുക്കണം നമുക്ക് കേട്ടോ. അതായത് കണ്ടോ, മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ 4.5 വരുന്നു, 4.25 വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 4.25 നമുക്ക് നേരെ താഴത്തേക്ക് ടക്ക്, അതായത് പ്രിൻസസ് കട്ടിന് ടക്കായിട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിക്ക് രണ്ട് സൈഡും അപ്പുറത്തും ഇപ്പുറത്തും 1 ഇഞ്ച് 1 ഇഞ്ച് വെച്ച് 1/2 ഇഞ്ച് വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് അപ്പുറത്ത് കൊടുത്തിട്ട് ഓൾറെഡി ഇതിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്, കാരണം ബാക്കിൻ്റെ പോർഷനിൽ ടക്ക് എടുത്ത് എക്സ്ട്രാ അതിലുണ്ട്. അല്ലാണ്ട് ഒരു 1/2 ഇഞ്ച് കൂടി സൈഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നടുക്ക് നമ്മളിങ്ങനെ വരച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും 1/2 ഇഞ്ച് എടുക്കാം, അപ്പുറത്തും ഇപ്പുറത്തും 1 ഇഞ്ച് എടുക്കാം. അങ്ങനെ പല രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം കൈക്കുഴിയുടെ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. ടക്കിൻ്റെ ലെങ്ത്ത് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് 4 ഇഞ്ച് ലെങ്ത്താണ് ടക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 4 ഇഞ്ച് കൊടുത്തിട്ട് പിന്നെ ചരിച്ച് മാർക്ക് ചെയ്തിരിക്കണം. ടക്കിൻ്റെ വിട്ട് 1 ഇഞ്ചോളം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കൈക്കുഴിയുടെ അവിടെയും കൂടെ ഒന്ന് പിടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കണ്ടോളൂ, ആ ലൈനല്ല ഈ ലൈനാണ് കറക്റ്റ്. എന്നിട്ട് ഇവിടെയും കൂടി നമുക്ക് പിടിച്ച് എടുക്കും. ആ പിടിച്ചെടുക്കുന്നതാണ് നമ്മൾ അപ്പുറത്ത് എക്സ്ട്രാ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പ്രിൻസസ് കട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ സെൻറ്ററിൽ നിന്നും ഒരു 4 അല്ലെങ്കിൽ 4.5 ഇഞ്ച് എടുക്കുക. അതിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 3-3.5 വെച്ച് ലെങ്ത്ത് 4 ഇഞ്ചാണെങ്കിൽ കുഴപ്പമില്ല മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അപ്പുറത്തും ഇപ്പുറത്തും എത്ര ടക്ക് വേണം എന്നുള്ളത്, അതായത് 1 ഇഞ്ചോ 1/2 ഇഞ്ചോ എന്നുള്ള മാർക്ക് ചെയ്യാം. ആ പോകുന്ന ടക്ക് നമ്മൾ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് എടുക്കണം, അത് മറക്കരുത്. എന്നിട്ട് നമ്മൾ മേളിലേക്ക് കൈക്കുഴിയുടെ അങ്ങോട്ടേക്ക് കണക്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ തന്നെ ചെയ്യണം നിർബന്ധമില്ല. പ്രിൻസസ് കട്ട് ഇപ്പോൾ പല രീതിയിൽ എളുപ്പത്തിൽ ഒരുപാട് മാർഗ്ഗങ്ങൾ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും പ്രിൻസസ് കട്ട് ബ്ലൗസ് തന്നെ ഇടുന്നത്. ഇങ്ങനെ ചെയ്തെടുത്ത ശേഷം ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നോക്കിയാൽ മതി. ഇതിൻ്റെ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചത്. അപ്പോൾ ഇത് കട്ടിങ് പോർഷൻ മാത്രം തന്നെ 10 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് പോർഷൻ കുറഞ്ഞതൊരു 10-15 മിനിറ്റെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് പോർഷൻ ഞാൻ ഇതിൽ ഇടുന്നില്ല. അപ്പോൾ ഇനിയിട്ട് ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് കളയണം. കാരണം ഇതിന് കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ എക്സ്ട്രാ അപ്പുറത്ത് എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ബാക്ക് പോർഷന് ടക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത അതേ അളവിൽ തന്നെയാണ് ഫ്രണ്ട് പോർഷനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ടക്കിൽ അളവ് ഇതിലും എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ കണ്ടോ, എന്നിട്ട് ആ കൈക്കുഴിയുടെ ഭാഗത്ത് നമ്മളൊന്ന് എക്സ്ട്രാ കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി ഷേപ്പ് കിട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 പീസ് കിട്ടിയിട്ടില്ലേ. എന്നിട്ട് ഈ കട്ട് ചെയ്ത് പോയ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പോട് കൂടിയിട്ട് നമുക്ക് തുണിയിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഡോട്ട് ഇടുന്ന ഭാഗങ്ങൾ നമുക്ക് തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ഈ 2 ഭാഗങ്ങൾ തയ്യൽ തുമ്പ് എടുക്കണം. ബാക്കി ഭാഗങ്ങളൊന്നും തയ്യൽ തുമ്പ് കൂടുതലെടുക്കരുത്. അപ്പോൾ നോക്കിക്കേ, ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനിൽ നടുക്കത്തെ പീസിന് വേണ്ടി മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ഈ ഒരു പീസ് മടക്കിയിട്ട് കണ്ടോ, ഈ ഡോട്ട് ഇട്ട ഭാഗം ഇവിടെ മാത്രം നമ്മൾ എക്സ്ട്രാ എടുക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാവിടെയും കറക്റ്റായിട്ട് തന്നെ എടുക്കണം. 1/4 ഇഞ്ച് ഇവിടെ മാത്രം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കറക്റ്റാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പ്രിൻസസ് കട്ടിൽ സെൻറ്റർ പോർഷനാണ്. ഇനി അടുത്ത് നമുക്ക് കട്ട് ചെയ്യേണ്ട 2 സൈഡിലുള്ള പോർഷനാണ്. കണ്ടോ, ഈ ഒരു സൈഡ് മാത്രം നമ്മൾക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു തുണി മടക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് 2 പീസ് കട്ട് ചെയ്യാനാണ്. നമ്മൾ തുണി മടക്കി വയ്ക്കുമ്പോൾ 2 പീസ് കിട്ടും. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എക്സ്ട്രാ എടുക്കേണ്ട ഭാഗം മാത്രം എക്സ്ട്രാ എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ കറക്റ്റ് അളവിൽ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവാണ്. സ്ലീവിന് ഞാനൊരു 16 ഇഞ്ചോളം ലെങ്ത്ത് കൊടുക്കേണ്ടത്. നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇത് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് പ്രിൻസസ് കട്ട്. അപ്പോൾ ഇത് ബാക്ക് സൈഡാണ്. ഞാനിപ്പോൾ അത് ഹുക്ക് വെച്ചിട്ടില്ല. അപ്പോൾ അത് ഫ്രണ്ട് സൈഡ് കൂടി കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നുണ്ട്.